മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നില്ല, എനിക്ക് വയറിന് സുഖമില്ലെന്നും പറഞ്ഞു. എനിക്ക് വയറിന് സുഖമില്ലാത്ത മക്കളെ വർഷങ്ങളായിട്ട് അസിഡിറ്റിയുടെ മെഡിസിൻ കഴിക്കുന്നതാണ്. രാവിലെ വെറും വയറ്റി മെഡിസിൻ കഴിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഇന്നലെ എനിക്ക് മെഡിസിൻ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് രാവിലെ ഉപ്പുമാവായിരുന്നു കഴിച്ച് കഴിഞ്ഞ് ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് അവിടുന്ന് ഒരു ഗുളിക വാങ്ങിച്ച് ഞാൻ കഴിച്ചു. കാരണം ഇവിടെ ഗുളികയില്ലായിരുന്നു. അപ്പം ഗുളിക വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞ് പിന്നാണ് ഞാൻ ഈ സവാള കൂട്ടി കഞ്ഞി കുടിക്കുന്നത്. സവാള കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വെപ്രാളവും ഭയങ്കര അസ്വസ്ഥതയൊക്കെ. പിന്നെ കുറേ മക്കൾ എനിക്ക് കുറച്ച് മരുന്നൊക്കെ പറഞ്ഞു തന്നതൊക്കെ ഞാൻ പരീക്ഷിച്ചു മക്കളെ. അപ്പോൾ എനിക്ക് ആശ്വാസമുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ, എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന കുറേ മക്കൾ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അവരോടെല്ലാം എനിക്ക് നന്ദിയുണ്ട് കേട്ടോ മക്കളെ. കുറച്ച് പേര് പറഞ്ഞ് അമ്മ അസുഖം അറിയിക്കണേ, വിവരം അറിയിക്കണേ ഞങ്ങളെ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരോടും എനിക്ക് സ്നേഹവും കടപ്പാടും ഒക്കെ ഉള്ളു മക്കളെ. പിന്നെ മനുഷ്യരല്ലേ, പലർക്കും പല രീതിയിലുള്ള വിഷമഘട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളൊരു മാനസിക പ്രശ്നം എനിക്കും ഉണ്ട്. നമുക്കെല്ലാം ഒന്നും തുറന്നു പറയാൻ പറ്റില്ലല്ലോ മക്കളെ. പിന്നെ നമ്മുടെ ആകെയുള്ള സന്തോഷം എനിക്ക് കുഞ്ഞുങ്ങളാണ്. നമ്മുടെ ടിൻറ്റുമോനാണ്ട് ഇപ്പോൾ എൻ്റെ ഉണ്ട്. രസമോളും ഉണ്ട്. ചെടിമോൻ അപ്പുറത്ത് കെട്ടിയിട്ടിരിക്കുക. പുള്ളിയെ നമുക്ക് അടുപ്പിക്കാൻ പറ്റത്തില്ല മക്കളെ. അവനെ അഴിച്ചു വിട്ടാൽ ഇപ്പോൾ ഓടി വന്ന് ഈ ബെഡേ വന്നിരുന്നിട്ട് പിന്നെ ഈ തലണ കയറിയും കിടക്കുമെന്ന്. അങ്ങനെയുള്ള സ്നേഹമുള്ളൊരു കുഞ്ഞാണ്. പക്ഷെങ്കിലേ മക്കളെ, അവനൊന്നും അറിയില്ല. ഈ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന പോലെ കൈതരാം അങ്ങനെയൊന്നും പറഞ്ഞാൽ അറിയില്ല. പക്ഷെ നല്ല മോനാണ്. അപ്പുറത്ത് കെട്ടിയിട്ടിരിക്കുക. അവൻ്റെ വിശേഷങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്, അത് ഞാൻ പറയാൻ കാണിക്കാം. ഇപ്പം എൻ്റെ ടിൻറ്റുമോനും രസമോളും അടുത്തുണ്ട്. രണ്ടുപേരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കും, വാമ്മേ എണ്ണീച്ച് വാമ്മേ, ഞങ്ങൾക്ക് അമ്മ വന്നാൽ എനിക്ക് പോലും ഞങ്ങൾക്ക് പോലും തരണ്ടേ എന്ന് പറയണ്ടേ. കണ്ടില്ലേ, കാണിച്ചു തരാം. കുറേ നേരം കൊണ്ട് രണ്ടുപേരും ഇവിടെ നിൽക്കുമോ. എൻ്റെ രസമോളും ഉണ്ട്. അപ്പുറത്ത് വന്നപ്പോൾ എന്നെ എത്തുന്നില്ല. അതിന് ഇപ്പുറത്തോട്ടേക്ക് വരുക ഉണ്ട്. അമ്മ ഒന്ന് എണ്ണീച്ച് വാമ്മേ, ഞങ്ങൾക്ക് വല്ലതും താമ്മേ. അമ്മ ഇങ്ങനെ കിടന്നാൽ ഞങ്ങളുടെ കാര്യം ആരും നോക്കും. അമ്മ വാ. ഇപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ തടയിക്കൊണ്ടിരിക്കണം, എപ്പോഴും തൂത്തും തടവി ഇരിക്കണം, ഞാൻ അടുത്തിരിക്കണം. കണ്ടില്ലേ, എൻ്റെ പൊന്നുമോനാ, ചക്കര പൊന്നുമോനാ. എന്തൊരു നല്ല കുഞ്ഞാന്നറിയാവോ. കാര്യങ്ങളൊക്കെ അറിയാം. രാത്രിയിലൊന്ന് പോകണം, അതൊഴിച്ചാൽ എൻ്റെ കുഞ്ഞ് പോയാൽ പിന്നെ ആളിന് വലിയ പാടാണ് ഇങ്ങോട്ട് കയറാം. ഒരാൾ അവിടെ കിടന്നുകൊണ്ട് നോക്കുമോ, ഇതെല്ലാം കണ്ടുകൊണ്ട് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങ് വരും അടുത്ത് വന്നേച്ച് ഞാനൊന്ന് തൊടുമ്പം കണ്ടില്ലേ കയ്യിലോട്ട് മണപ്പിക്കുമായിരുന്നു. പുള്ളിക്ക് മീൻ മതി, മീനുണ്ടോ എന്ന് മണപ്പിക്കുമോ എൻ്റെ കയ്യിൽ. എന്നിട്ട് ആ സൈഡിലും കിടക്കും കേട്ടോ. എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ട്. ഞാൻ ഒപ്പം കിടന്നാലും എൻ്റെ അടുത്തുണ്ട്. അവിടെ കിടക്കും, ആ മൂലയ്ക്ക് പോയും കിടക്കും. അപ്പോൾ ശരി മക്കളെ.